നമസ്കാരം. എൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ ക്രൂരമായ അതിക്രമം നേരിട്ട് ജനനേന്ദ്രിയം ഉൾപ്പെടെ മുറിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിൽ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം. പാറളം ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പുറത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടം യുവാക്കൾ. വാർത്തകൾ വിശദമായി അറിയാം. കൊടുങ്ങല്ലൂരിൽ ക്രൂരമായ അതിക്രമം നേരിട്ട് ജനനേന്ദ്രിയം ഉൾപ്പെടെ മുറിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ആലപ്പുഴ സ്വദേശി MA സുദർശനന് മർദ്ദനമേറ്റത് എറണാകുളം കൂനമ്മാവിലെ അഗതി മന്ദിരത്തിൽ വെച്ചാണെന്ന് പോലീസ് പറയുന്നു. സഹ അന്തേവാസിയുടെ അതിക്രൂര പീഡനത്തിലാണ് സുദർശന ഗുരുതരമായി പരിക്കേറ്റത് എന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റ സുദർശന് ചികിത്സ നൽകാൻ തയ്യാറാവാതെ അഗതി മന്ദിരം അധികൃതർ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ഉപേക്ഷിച്ചു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചത്. കൂനമ്മാവ് ഇവാഞ്ചലിക്കൽ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു പരിക്കേറ്റ സുദർശൻ എന്നാണ് റിപ്പോർട്ട്. നിർണായക കണ്ടെത്തലിനെ തുടർന്ന് അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തൃശൂർ റൂറൽ SP സംഭവത്തെക്കുറിച്ച് നേരിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടരാനാണ് പോലീസ് തീരുമാനം. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിൽ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. മുപ്ലിയം ഒറ്റാലി വീട്ടിൽ കേശവന്റെ ഭാര്യ 63 വയസ്സുള്ള ശോഭനയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4-നായിരുന്നു അപകടം. തൊറവിലുള്ള മകളുടെ വീട്ടിലേക്ക് പോകാൻ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും വന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മക്കൾ സ്മിത, സുനിത, സുജിത. മരുമക്കൾ അനിൽ, ഷിബു, ബൈജു. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റിന്റെയും അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദനത്തിന്റെയും സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുകയാണ്. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. തൃശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയുടെ പന്നി ഫാമിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫാമിലെ 30ഓളം പന്നികൾക്ക് രോഗബാധിതയേറ്റതായി സംശയം. ബാംഗ്ലൂരിലെ SRDCL ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അണുബാധ പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ രോഗനിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപടി പൂർത്തിയാക്കിയാൽ ഉടൻ അണുനശീകരണ നടപടി നടപ്പിലാക്കാൻ നിർദ്ദേശം. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. പാറളം ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പുറത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടം യുവാക്കൾ. പള്ളിപ്പുറം സംഘകല ക്ലബ്ബാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായത്. പള്ളിപ്പുറം സംഘകല ക്ലബ്ബ് പൊതുജനങ്ങൾക്ക് മുൻപിൽ വീണ്ടും മാതൃകയാവുകയാണ് പരിസര ശുചീകരണത്തിലൂടെ. സംഘകല ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കുമാർ, സെക്രട്ടറി അലക്സ്, മറ്റു ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ ചേർന്നായിരുന്നു ശുചീകരണം നടത്തിയത്. പള്ളിപ്പുറത്ത് റോഡിലെ അപകടകരമായ വളവുകൾ, പള്ളിപ്പുറം സെന്റർ, പള്ളിപ്പുറം സ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. വാഹനയാത്രികർ, കാൽനടയാത്രികർ എന്നിവർക്ക് ഭീഷണിയായ റോഡരികിലെ പുല്ലുകളും പൊണ്ടക്കാടുകളും സംഘകല ക്ലബിന്റെ നേതൃത്വത്തിൽ വെട്ടിവൃത്തിയാക്കി.
റോഡിനോട് ചേർന്ന് യാത്രക്കാർക്ക് സഹായകരമായി സ്ഥാപിച്ചിരുന്ന കോൺവെക്സ് കണ്ണാടികളും ക്ലബ് അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കി. അപകടകരമായ റോഡിലെ വളവുകളിൽ ഉണ്ടായിരുന്ന പൊന്തക്കാടുകളും വള്ളിപ്പടർപ്പുകളും വെട്ടിയൊതുക്കിയത് ഇതുവഴിയുള്ള വാഹനയാത്രക്കാർക്കും ഏറെ സഹായകരമായി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 185 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ ക്രൂരമായ അതിക്രമം നേരിട്ട് ജനനേന്ദ്രിയം ഉൾപ്പെടെ മുറിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിൽ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം. പാറളം ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പുറത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടം യുവാക്കൾ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.